മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന. ഇഷ്ടക്കേടും നമ്മൾ ഗെയ്ജ് ചെയ്യുന്നതും നമ്മൾ അറിയുന്നതും ഒക്കെ പലപ്പോഴും ഈ ഓൺലൈനിലെ കമന്റ്സ് ഒക്കെ വെച്ചിട്ടാണ്. ഞാൻ അതിന് അങ്ങനെ അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. കുറേ ആൾക്കാർ എനിക്ക് അയച്ചു തരുന്നുണ്ട് ട്രോളൊക്കെ. അപ്പം ഞാൻ കാണുന്നുണ്ട്. അയച്ചു തരണമെന്നില്ല, എല്ലാം എൻ്റെ ഇൻബോക്സിൽ കിടക്കുന്നത്. അങ്ങനെ താളുമറിഞ്ഞ നടുപ്പേജു കീറി. ഓരോ പീരീഡിൽ വന്നു പോയിട്ടുള്ള സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങൾ ഒരിക്കലും ഉണ്ടായാൽ അത് ഇല്ലാണ്ടാവുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേ ബി നമ്മൾ കാണുന്നില്ലായിരിക്കാം, ഇൻട്രാക്ഷൻ ഇല്ലായിരിക്കാം, അന്നത്തെ സൗഹൃദത്തിൻ്റെ സ്വഭാവത്തിലായിരിക്കില്ല ചിലപ്പം ഇപ്പം നമ്മുടെ ഫീലിങ്സ് ടുവേർഡ്സ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. മുന്നിൻ കണിക്കൊന്നാടി മൂടിപ്പോത്തൊരുങ്ങും ചന്തം മീനുങ്ങട മിന്നൽ കൊടിയാരിവളേ, കനവിലോ കുളിരുമായി വിരിയുമേ മുഖമിനി. നിലപാടുകൾ നമ്മൾ എടുക്കുകയാണ് വേണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ നിലപാടുകൾ എടുക്കുകയും നമുക്ക് ശരിയും തോന്നുന്ന സ്ഥലത്ത് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് തോന്നുന്നത്. മാറ്റം എന്നുള്ളതല്ലേ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം. ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അത് നല്ലതുമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓടമഴക്കാറിൽ കണ്ണൊന്നെഴുതി പെണ്ണ്, നല്ല പനങ്കൂല മുടി മാടിക്കെട്ടി പെണ്ണ്, നീ ആടുപൂമാതി. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. സിത്തുമണി എന്നൊക്കെ എല്ലാവരും ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന, കൂടുതൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, സിത്താര കൃഷ്ണകുമാർ. വെൽക്കം ചേച്ചി. നമസ്കാരം. ഇപ്പോൾ സിത്തു ചേച്ചിയുടെ ഈ ഒരു ഇടം കഫേയിൽ വന്നപ്പോഴത്തേക്കും ഭയങ്കര ഒരു രസമുള്ളൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ചേച്ചിയുടെ പാട്ട് പോലെ തന്നെ എന്തോ ഒരു മാജിക് ഉണ്ട് ഈ ഒരു ഇടം ഉള്ളൊരു കഫേ കാണുമ്പോൾ. ശരിക്കും ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഇടങ്ങളിലൊരു സ്പേസ് ആയിരിക്കും അല്ലേ ഈ ഒരു? ശരിക്കും അത് എന്നേക്കാൾ കൂടുതൽ എൻ്റെ ഹസ്ബൻഡാണ് ഇതിനു വേണ്ടിയിട്ട് സമയവും ഒക്കെ ചിലവഴിക്കുന്നത്. ആളുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു കഫേ എന്നൊക്കെ പറയണത്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ സപ്പോർട്ടീവായിട്ട് നിന്നു എന്നുള്ളതേ ഉള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കണമെന്ന്. പക്ഷെ എനിക്കിഷ്ടമാണ് ഇവിടെ വന്നിരിക്കാനും. ആളുകൾ ഈ സ്പേസ് ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നാറുണ്ട്. അപ്പം ഞാനിവിടെ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ച കാര്യം, കുറേ പേര് ഇങ്ങനെ ഓരോ നോട്ട്സ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു, ലവ് ദിസ് കഫേ എന്നൊക്കെ പറഞ്ഞ് പ്രിയപ്പെട്ട ഇടം എന്ന് ഒരുപാട് ഒരു സംഭവം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അത്രയും ഒരു പ്രിയപ്പെട്ട ചേച്ചിയുടെ പോലെ തന്നെ ഇഷ്ടംപോലെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസ് കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പേസിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു ചായപ്പാട്ടാണ്. മോസിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള, ഒരുപാട് പേർക്ക് ഒരുപാട് ആരാധകരുണ്ട് ഒരു ചായപ്പാട്ട്. അപ്പൊ നമുക്ക് ആ ചായപ്പാട്ട് തന്നെ തുടങ്ങിയാലോ? ഏറെ മോന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന, കാലുമേലെ കാല് കേറ്റി സോഫയിലിരുന്നു നീ, മേനിയാകെ കോളു കേറ്റി ഒരേറെ നോട്ടം കൊണ്ടിന്നലെ. സൂപ്പർ. സിത്തു ചേച്ചിയുടെ കേസ് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചിത്ര ചേച്ചീനെയൊക്കെ വിളിക്കുന്ന പോലെ എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ആ ഒരു ചിത്രാമ്മയുടെ ഒരു സ്നേഹം ഉണ്ടല്ലോ, ഭയങ്കര വിസിബിളാണ് എല്ലാവർക്കും ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നതിലും എല്ലാം. ആ ചിത്ര ചേച്ചിയുടെ ഒരു വിനയവും ആ ഒരു സ്വഭാവമൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ സിത്തു ചേച്ചിക്കും ആ ഒരു ആക്സെപ്റ്റൻസ് കിട്ടിയ പോലെ ഒരുപാട് ഫീൽ ചെയ്തിട്ടുണ്ട്. ചിത്ര ചേച്ചിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, നമ്മൾ ഓരോരുത്തരുടെയും ലൈഫിൻ്റെ ഒരു ചെറുപ്പം മുതലുള്ളൊരു പോക്കിൽ ചേച്ചി നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്ത പല 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 സ്ഥലങ്ങളുണ്ടാവും. നമ്മുടെ ഇമോഷൻസിനെ ചേച്ചിയുടെ പാട്ടുകളില്ലാത്ത ഒരു മലയാളി ജീവിതം ഇല്ല. കെ.എസ്. ചിത്ര എന്ന് പറഞ്ഞ ഗായിക വന്നതിന് ശേഷം എല്ലാ മലയാളികൾക്കും അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ചേച്ചിയുടെ വോയിസും. പിന്നെ ഇപ്പോൾ ടെലിവിഷനിലൂടെയൊക്കെ ചേച്ചിയെ കാണുന്നതുകൊണ്ടും തന്നെ ആ ഒരു വ്യക്തിത്വത്തിനോട് ഭയങ്കരമായിട്ടുള്ള സ്നേഹവും ആരാധനയും. ഞാൻ എപ്പോഴും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന സമയത്ത് ഒരു സെഷൻ ഫുള്ള് ചേച്ചിക്ക് എക്സ്ക്ലൂസീവ്ലി ഡെഡിക്കേറ്റ് ചെയ്ത് പെർഫോം ചെയ്യും.
അപ്പോൾ ഞാൻ എപ്പോഴും ഞാൻ ചോദിക്കും, എവിടെ പോയാലും ലോകത്ത് എവിടെ പോയിട്ട് ചിത്ര ചേച്ചി ഇഷ്ടമുള്ളവരൊന്ന് കൈ വെക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 അതായത് 100% റെസ്പോൺസാണ്. അപ്പോൾ ഞാനൊരു ചേച്ചിക്ക് തന്നെ അത് കാണിച്ചു കൊടുക്കും ഈ വീഡിയോസൊക്കെ. അപ്പം അങ്ങനെ ഒരു ആള്, അങ്ങനെ എന്താ പറയുക, ഒരു മഞ്ഞ് പോലെ പൂ പോലത്തെ ഒരു ആള്. അപ്പോൾ ചേച്ചിയുടെ മ്യൂസിക്കിനെ കുറിച്ചൊന്നും നമ്മൾ ആരും ഒന്നും അല്ല പറയാൻ, കാരണം അത് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഗായിക. നമുക്ക് അത്രയും വലിയ അഭിമാനമാണ്, കാരണം KS ചിത്ര എന്ന് പറഞ്ഞ ഗായിക മലയാളിയാണെന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അഭിമാനമാണ്. അപ്പം ആ ചേച്ചിയോടുള്ള സ്നേഹവും ചേച്ചിയുടെ അതുമായിട്ട് അതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഹേറ്റേഴ്സ് ഇല്ലാത്തൊരു ഗായികയാണോ സിദ്ധു ചേച്ചി? ഈ ഹേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഈ പല ഹേറ്റേഴ്സിനെ നമ്മൾ എവിടുന്നാണ് കണ്ടുപിടിക്കുന്നത്? ഓൺലൈനിൽ നിന്നാണല്ലോ, സോഷ്യൽ മീഡിയ എന്നാണല്ലോ കണ്ടുപിടിക്കുന്നത്. ഇഷ്ടക്കേടും നമ്മൾ ഗെയ്ജ് ചെയ്യുന്നതും നമ്മൾ അറിയുന്നതും ഒക്കെ പലപ്പോഴും ഈ ഓൺലൈനിലെ കമൻസ് ഒക്കെ വെച്ചിട്ടാണ്. ഞാൻ അതിന് അങ്ങനെ അത്ര കാര്യമായിട്ട് എടുക്കാറില്ല. ഇൻ ദ സെൻസ് അതിൻ്റെ ഇഷ്ടവും ഇഷ്ടക്കേടാണെങ്കിൽ എനിക്ക് എപ്പോഴും നേരിട്ടുള്ള ഇൻട്രാക്ഷൻസ് നിന്ന് കിട്ടുന്ന ഒരു സ്നേഹവും അങ്ങനത്തെ അതൊക്കെയാണ് കൂടുതൽ വാല്യൂ ചെയ്യാനായിട്ട് തോന്നുക. അഫ്കോഴ്സ് ഇത് സന്തോഷമുള്ള കാര്യമാണ്, ആളുകളുടെ സ്നേഹം കാണുന്നു എന്നൊക്കെ ഉള്ളത്. പക്ഷേ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, നമ്മൾ കുറേ പോസിറ്റീവ് കമൻസിൻ്റെ ഇടയിൽ ഒരു നെഗറ്റീവ് കമൻറ്റിന് നമ്മൾ ശ്രദ്ധിക്കാനുള്ളൊരു ഹ്യൂമൻ ടെൻഡൻസി ഉണ്ട്. അറിയാണ്ട് നമ്മൾ ആ നെഗറ്റിവിറ്റി, അത് അത്രയും പവർഫുള്ളാണ് നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആളുകൾ ചിലപ്പോൾ നമ്മൾ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടോ, അപ്പോൾ ഞാൻ നല്ല എത്രയോ ആൾക്കാർ, എത്രയോ ആർട്ടിസ്റ്റുകളോ അല്ലെങ്കിൽ സ്പോർട്സ് താരങ്ങളാവട്ടെ, ആരും ഇപ്പോൾ ഈ ഒരു മീഡിയം വഴി ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യുന്ന, നമുക്ക് നേരിട്ട് പരിചയമില്ലാത്ത ആൾക്കാരോട് വളരെ ബ്ലേറ്റൻ്റ് ആയിട്ടൊരു നെഗറ്റീവ് കമൻറ്റ് പറയാൻ തോന്നുന്നത് അതെന്തുകൊണ്ടാണ്? ഞാൻ കേട്ടിട്ടുണ്ട് ചേച്ചി, ഒരു നെഗറ്റീവ് കമന്റ് ഇട്ട ഒരു ആളെടുത്ത് ഇൻബോക്സിൽ പോയിട്ട് എന്തോ റിപ്ലൈ കൊടുത്തു. ഞാൻ ഇടയ്ക്ക് ചെയ്യണത്, വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യും. പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ഭാഷയിലൊക്കെ ചുമ്മാ അതൊരു എക്സസൈസ് പോലെ, എന്നാൽ പിന്നെ ഒരു ചീത്ത പറഞ്ഞേക്കാം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനസ്സിലാവുമല്ലോ. ചില ആളുകൾക്ക് റീസൺ ഉണ്ടായിരിക്കും. ഇപ്പോൾ ചിലർ ക്രിട്ടിക്കലായിട്ട് പറയും, ഇപ്പം പാട്ടുകളെ വിമർശിക്കുക അല്ലെങ്കിൽ അതൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ അവർക്ക് ജെന്യുവൻ ആയിട്ടുള്ള ഒരു തോട്ടായിരിക്കും. അതല്ലാണ്ട് ചുമ്മാ വെറുതെ ഇങ്ങനെ വാക്കുകൾ വെച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിടില്ലേ. അപ്പം ഞാൻ അങ്ങനെ വെറുതെ പോയി ചോദിക്കും, അപ്പം ഇതൊന്നും അല്ല, ഇങ്ങനത്തെ ആളെയല്ല, അയ്യോ അത് അങ്ങനെ ഇട്ടതല്ല, ചിലർ അറിയാണ്ട് അത് ഞാൻ ഇട്ടോ എന്നൊക്കെയുള്ളത്. അത് എനിക്ക് മാത്രമല്ല, അങ്ങനെ കുറേ പേർക്ക് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങളിങ്ങനെ തമ്മിൽ പറയുമ്പോൾ കേൾക്കാം. നമ്മൾ നേരിട്ടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആൾക്കാരെ ആയിരിക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ചിലപ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നുണ്ടായിരിക്കും, അവര് നേരിട്ട് ഇങ്ങനെ ഒന്നും പെരുമാറില്ലായിരിക്കും. പക്ഷെ ഓൺലൈനിൽ വരുമ്പോൾ എന്തോ ആളുകൾക്ക് അവരുടെ ഒരു ഇങ്ങനെയൊക്കെ പറയാമെന്നൊരു തോന്നൽ എവിടെയാണ്. ഓൺലൈൻ വഴി കൂടെ തന്നെയാണ് നമുക്ക് കൂടുതലും സ്നേഹം അറിയുന്നത്. രണ്ടും ഉണ്ട്, രണ്ട് വശമുണ്ട് അതിന്. പക്ഷെ നമ്മൾ അതിന് വളരെ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മൊത്തം ഫോക്കസ് അങ്ങോട്ട് മാറും. ഇതിൽ വരുന്ന ലൈക്കാണ് നമ്മളോടുള്ള സ്നേഹം എന്നോ, അല്ലെങ്കിൽ നമ്മളെ ഇതിന്റെ വ്യൂസ് ആണ് നമ്മളോടുള്ള ഇഷ്ടം എന്നോ, അതാണ് നമ്മളുടെ ഒരുപാട് പിന്നെ അതാണ് നമ്മുടെ ആസ് എൻ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ആസ് എ സ്റ്റുഡൻറ് അങ്ങനെ വിചാരിക്കേണ്ടത്. നമ്മൾ ഈ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വല്ലാണ്ടങ്ങ് ചുരുങ്ങിപ്പോവും വ്യക്തി എന്നുള്ള രീതിയിൽ. ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ലൈഫ് ഉണ്ടല്ലോ, നമുക്ക് ലൈഫുണ്ട്, നമ്മളുടെ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങളുണ്ട്, നമ്മളുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം, നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ ഫാമിലി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം നമ്മൾ കൂടുതലും നമ്മൾ കുറച്ച് ഏജ് ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇങ്ങനെ അങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, ഇന്റേണലി ആലോചിക്കാൻ തുടങ്ങില്ല, ഈ പുറത്തെ ബഹളമൊക്കെ വിട്ടിട്ട്. അതെ, പക്ഷെ കൂടുതലും ഒരു ആക്സെപ്റ്റൻസ് ഭയങ്കരമായിട്ട് കിട്ടിയതായിട്ട് സ്നേഹം തോന്നാറുണ്ട് ഓഡിയൻസിന്റെ ലൈവിലൊക്കെ പുറത്തേക്ക് ഇറങ്ങി പോകുമ്പോഴൊക്കെ. ഇപ്പൊ ഈ അടുത്തൊക്കെ പോയപ്പോൾ കുറെ അമ്മമാരും ചേച്ചിമാരൊക്കെ ഇങ്ങനെ വന്നിട്ട് അവർ ചാടി ഇങ്ങനെ എണീച്ചിട്ട് കൈയൊക്കെ പിടിച്ചിട്ട് ഉമ്മ തരുന്നുണ്ട് കെട്ടി. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതിപ്പം എങ്ങനെ അത് ഡിസേർവ് ചെയ്യണ്ടോ എന്ന് തോന്നും. എനിക്കൊരു കുഞ്ഞു മോൾ ഓടി വന്നിട്ട് എനിക്കൊരു കമ്മൽ കയ്യിൽ വെച്ചിട്ട് തന്ന് പോയി. അപ്പൊ ഞാൻ ഇതൊക്കെ ഭയങ്കര സ്പെഷ്യൽ അല്ലേ, അത് ഈ ഒരു തൊഴിൽ ചെയ്യുന്നോണ്ട് കിട്ടണതല്ലേ. ആ ഒരു പാട്ടിനോടും അതിന് പുറമെ ചേച്ചിയുടെ ഒരു ഇടപെടലുകളും എല്ലാം ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും. അത്രയും ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റുള്ള ഒരു രീതി. അപ്പൊ ഈ പ്രൊജക്ട് മലബാർ കേസ് ആ ഒരു യാത്ര തുടങ്ങിയിട്ട് ഒരുപാട് നാളായി, 7 വർഷത്തോളമായി. അപ്പോൾ അതിൽ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചു. അപ്പോൾ ഈ 2026 പുതുവർഷത്തിലും ഇപ്പോൾ ഒരുപാട് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും, വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വിശേഷം. പറഞ്ഞ മാതിരി 7 വർഷമായി. ഞങ്ങൾ 7 വർഷമായിട്ട് ഈ ഞാൻ ഒരാളും ബാക്കി എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന മ്യൂസീഷ്യൻസ് 5 പേരും പിന്നെ ഞങ്ങളുടെ ടെക്നീഷ്യൻസൊക്കെ ആയിട്ട് ഈ സ്റ്റേജിൽ കാണുന്ന ഈ 6 പേരും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 7 വർഷമായി. അപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഞങ്ങൾ എത്രമാത്രം ഒരു ബോണ്ടഡ് ആയിരിക്കും. അത്രയും അടുപ്പുള്ള ആൾക്കാരാണ്, വീട്ടുകാരെ പോലെ, സ്വന്തം ബ്രദേഴ്സിനെ പോലെയാണ് അവരെനിക്ക്. ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ മൂഡ് സ്വിങ്സും അല്ലെങ്കിൽ ഇഷ്ടക്കേടുകളും ഒക്കെ അറിയുന്ന അത്രയും അടുപ്പാണ്.
അപ്പോൾ അത് മ്യൂസിക്കിലും റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പോസിറ്റീവ്സും ഉണ്ട്, പോരായ്മകളും ഉണ്ട്. അത് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഞങ്ങൾ പരസ്പരം പറയുന്നതാണ്. അതൊക്കെ കൂടി ചേർന്നതാണ് നമ്മൾക്ക് ഉണ്ടാക്കുന്ന മ്യൂസിക് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ തന്നെ കറക്റ്റ് ചെയ്യും, ഞങ്ങൾ തന്നെ എന്താ പറയുക, ഗ്രോ ചെയ്യാൻ ശ്രമിക്കും, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കും. എനിക്കറിയാത്ത കാര്യങ്ങൾ അവരെനിക്ക് പറഞ്ഞുതരും, എനിക്ക് അറിയുന്നത് അല്ലെങ്കിൽ ഞാൻ പഠിച്ചതായിട്ടുള്ള കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കും, അങ്ങനെ. അപ്പം കുറച്ച് പാട്ടുകളൊക്കെ ചെയ്തു. ചില പാട്ടുകൾ റെക്കോർഡ് ചെയ്തിട്ടില്ല, ഇനിയും പെർഫോം ചെയ്യാറേ ഉള്ളൂ. ഈ വർഷം തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ആക്ച്വലി ഇതുവരെ ചെയ്തതിൽ ഏറ്റവും വലിയ ഒരു എന്താ പറയുക, വീഡിയോ ഒക്കെ ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യമായിട്ടൊരു വീഡിയോ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം അത് ആനന്ദ് മേനൻ, വാഴയുടെ ഡയറക്ടർ, വാഴ 1 ഡയറക്ടർ ആനന്ദാണ് അത് ചെയ്യുന്നത്. അപ്പം അതിൽ ചെറിയ എന്താ പറയാ, ചെറുതല്ല, കുറച്ച് ചെറിയ വലിയ സർപ്രൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ ഞങ്ങളിങ്ങനെ അതിനൊക്കെ എല്ലാത്തിനോടും, എൻ്റെ എല്ലാ റീസൺസിനോടും വളരെ താങ്ക്ഫുൾ ആണ്, ഗ്രേറ്റ്ഫുൾ ആണ്. മലയാളത്തിലും തമിഴിലുമായിട്ടാണ് റിലീസ് ചെയ്യുന്ന പാട്ട്, സെയിം സോങ്. അതിങ്ങനെ കാത്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്, ഇപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ആശയങ്ങളും എല്ലാം സ്വതന്ത്രമായിട്ട് അവതരിപ്പിക്കാൻ കിട്ടുന്നൊരു അവസരങ്ങളാണ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലൂടെ നമുക്ക് പറ്റുന്നത്. അപ്പോൾ ചേച്ചി കൂടുതലും ഈ സിനിമാ പാട്ടുകളും സിനിമാ ഗാനങ്ങളും പാടുന്നുണ്ട്, പക്ഷേ കൂടുതലും ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൽ ആ ഒരു ഫോക്കസ് ചെയ്യാനായിട്ടുള്ള ഒരു റീസൺ ഇതായിരിക്കും, നമുക്ക് നമ്മുടെയായിട്ടുള്ള ആശയങ്ങൾ അങ്ങനെയൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്നുള്ളൊരു സ്പേസ് ഉള്ളത്. നമുക്ക് കോൺസ്റ്റന്റ്ലി മ്യൂസിക്കുമായിട്ട് ഇടപെട്ട് ഇരിക്കാനാണല്ലോ ഇഷ്ടപ്പെടുക. എന്താ പറയുക, ഭാഗ്യവശാൽ ഇത് പ്രൊഫഷനായ ആൾക്കാരാണ് ഞങ്ങളെല്ലാവരും. ഇത് പാഷനായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളെക്കാളും ഗൗരവത്തിൽ കണ്ട ഒരുപാട് പേർക്ക് മേ ബി ഇത് തന്നെ ആയിരിക്കണം എന്നില്ല ഉപജീവന മാർഗം. അപ്പം ഞങ്ങൾ കുറച്ച് പേരെ സംബന്ധിച്ചിടത്തോളം ഇത് മ്യൂസിക്കാണ് ഒരു ലൈഫ് എന്നുള്ള രീതിയിൽ ഒരു തീരുമാനത്തിൽ എത്താവുന്ന അത്രയൊക്കെ നാളായി. അപ്പം ഇത് സിനിമേൻ്റെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല മ്യൂസിക് എന്നുള്ളത് അതെല്ലാവരും പറയുന്ന കാര്യമാണ്. ലക്കിലി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ സിനിമയുടെ പുറത്തും പാട്ടുകൾ ചെയ്യാനും ആൾക്കാർ കാണാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു സിനിമയിലൂടെ മാത്രമേ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള അതുകൊണ്ട് തന്നെ സിനിമയിൽ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന കമ്പോസേഴ്സ് ഒക്കെ തന്നെ ഇൻഡിപെൻഡൻറ്റ് ട്രാക്കുകളും ചെയ്യുന്നുണ്ട്. ഇപ്പം സുഷിനെ പോലെ ഇത്രയും തിരക്കുള്ള ആൾക്കാരൊക്കെ റീസെൻ്റ്ലി ഇപ്പം ഇൻഡിപെൻഡൻറ്റ് ട്രാക്കുകളും കാരണം അവർ വന്നിരിക്കുന്നത് വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്പേസ് എന്നാണ്. സിനിമ അവരുടെ സംഗീത ജീവിതത്തിൻ്റെ ഒരു വഴിയാവുന്നു. അപ്പോൾ തിരിച്ച് അതേപോലെ തന്നെ ഈ എന്താ പറയുക, സിനിമയുടേതായിട്ടുള്ള ഈ ചട്ടക്കൂടുകളോ അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിറ്റുവേഷൻസ് ഇതൊന്നും ഇല്ലാണ്ട് പാട്ടുകൾ ഉണ്ടാക്കാനുള്ളൊരു ആഗ്രഹമൊക്കെ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതും വളരെ ചെറിയ തോട്ട്സ് മുതലും പാട്ടുകളാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇൻഡിപെൻഡൻറ്റ് സ്പേസിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഇപ്പം നമ്മൾ എന്തോരം സിംഗേഴ്സിനെ അങ്ങനെ കാണുന്നു. ഇത് കോവിഡിനൊക്കെ ശേഷം ഓൺലൈനിലൂടെയൊക്കെ കണ്ടിട്ട് അത്രയും സ്നേഹിക്കുന്ന പാട്ടുകാർ ഉണ്ടായിട്ടുണ്ടല്ലോ ഇൻഡിപെൻഡൻറ്റ് സ്പേസിൽ. അപ്പം നല്ലൊരു സാഹചര്യമാണ് ഇപ്പം അതിന്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിൻ്റെ കേസ് പറയുമ്പോഴാണ് നമുക്ക് കഴിഞ്ഞ വർഷം റിലീസായിട്ടുള്ള ഒരു നടുപ്പേജ് കയറി എന്നുള്ളൊരു പാട്ട്, അതൊരുപാട് ഈ ട്രോൾസും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരുപാട് എത്രയോ നടുപ്പേജ് കയറി ഉണ്ട്. 11 നടുപ്പേജ് കയറി ഉണ്ട്. അത് ഈ പറഞ്ഞ മാതിരി ചായപ്പാട്ടിൻ്റെ ബാക്കിയാണ്. അത് മോഹസിൻ തന്നിട്ടുള്ള 4 വരികളുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അതിൽ രസകരമായിട്ടുള്ള വേറെയും പാട്ടുകളുണ്ട്. അതായത് നല്ല രസം, പിന്നെ ജിലേബി ഒക്കെ മനോഹരങ്ങളായിട്ടുള്ള കവിതകൾ മോഹസിൻ്റെ. അതിൽ ആ വർക്കിൽ ആ സീരീസിലെ അവസാനത്തെ പാട്ടായിരുന്നു നടുപ്പേജ്. പിന്നെ ഇത് വളരെ സ്പോണ്ടേനിയസ് ആയിട്ടാണ് ഈ നടുപ്പേജ് കീറി 11 തവണ വന്നത്. അങ്ങനെ പ്ലാൻ ചെയ്തൊന്നുമല്ല. ഡബ്സി സ്റ്റുഡിയോയിൽ വന്ന് ആള് വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ പറന്ന് പാടുന്ന ഒരാളാണ്, ഇങ്ങനെ ഇഷ്ടത്തിന് പാടിക്കൊണ്ടേയിരിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ റെക്കോർഡ് ചെയ്തത് വെച്ചു. ആ നടുപ്പേജ് കീറി എന്നുള്ള 11 പ്രാവശ്യം ആദ്യം കേട്ടതുകൊണ്ടാണ് ആൾക്കാർ മേ ബി പിന്നെ ആ പാട്ട് തെരഞ്ഞൊക്കെ പോയത്. അപ്പൊ എനിക്ക് ആൾക്കാർ കുറേ ആൾക്കാർ എനിക്ക് അയച്ചു തരുന്നുണ്ട് ട്രോളൊക്കെ. അപ്പൊ ഞാൻ കാണുന്നുണ്ട്. അയച്ചു തരണമെന്നില്ല, എല്ലാം എൻ്റെ ഇൻബോക്സിൽ കിടക്കുന്നത്. പക്ഷെ അതൊരു എന്താ പറയാ, നല്ലൊരു വർക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഡാബ്സിയുടെ കൂടെ. അതർവൈസ് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇങ്ങനത്തെ ഒരു പാട്ട് ആള് എങ്ങനെയായിരിക്കും കൺസീവ് ചെയ്യാന്നും ആലോചിക്കുന്നില്ല. അപ്പം ആൾക്ക് ഇങ്ങനത്തെ ഗസൽസിനോടും ഇങ്ങനത്തെ പാട്ടുകളോടൊക്കെ ഇഷ്ടമാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ വളരെ മ്യൂസിക്കിനോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തി. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിലും, കാരണം അതിൻ്റെ ഒരു കമ്പോസ് ചെയ്യുന്ന സ്പേസിലാണല്ലോ ഞങ്ങൾ നിൽക്കണേ. ഞാനും എൻ്റെ കൂടെയുള്ള മലബാറിക്കസിലെ എൻ്റെ കൂട്ടുകാരും കൂടി ചേർന്നാണ് അത് അറേഞ്ച് ചെയ്ത് ചെയ്യുന്നത്. അപ്പം നല്ല എക്സ്പീരിയൻസ്. ആ പാട്ടൊന്ന് ചെറുകഥ പോലൊരു നിൻചിരിയാലേ ഉള്ളൊരു നോവൽ, അതിനുള്ളടക്കം ഉള്ളിലടക്കം
ആ മുഖത്ത് കണ്ട കാര്യം ആ മുഖത്തിൽ കണ്ടു, രണ്ടു പേർക്കും കൊണ്ട കാര്യം രണ്ടാം പേജിൽ കണ്ടു. ആ മുഖത്ത് കണ്ട കാര്യം ആ മുഖത്തിൽ കണ്ടു, രണ്ടു പേർക്കും കൊണ്ട കാര്യം രണ്ടാം പേജിൽ കണ്ടു. താളുകളനവധി നാളുകളനവധി താനേ മാറി മറിഞ്ഞു, വേദന തോനെ വാരിയെറിഞ്ഞു. അങ്ങനെ താളുമറിഞ്ഞ് നടുപ്പേജു കീറി, നടുപ്പേജു കീറി, നടുപ്പേജു കീറി, നടുപ്പേജു കീറി. ഓ ചേച്ചി അത് ചിരിച്ചിരുന്ന പാടുന്നത് കേൾക്കാൻ തന്നെ നല്ല രസമുണ്ട്. ഈ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് കോൺസേർട്സും സ്റ്റേജ് ഷോസ് ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഇപ്പോൾ നമുക്ക് അവർ ചേച്ചി അത് അവതരിപ്പിക്കുന്ന സമയത്ത് ആ ഒരു പാട്ടിൻ്റെ ആശയങ്ങളും പിന്നെ കാണികളിൽ നിന്ന് തിരിച്ചു കിട്ടുന്നൊരു വൈബ്, അതെല്ലാം നമുക്കൊരു എനർജി ബൂസ്റ്റ് തരുന്നത് ആ ഒരു സ്റ്റേജ് ഷോ ചെയ്യുന്ന സമയത്ത്. അപ്പം ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നി അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം എന്നുള്ളൊരു കുറേ സ്ഥലങ്ങളുണ്ട്. പുറത്ത് പറയാനാണെങ്കിൽ ചിലപ്പോൾ ക്രൗഡിൻ്റെ വലുപ്പവും അവരുടെ റെസ്പോൺസിൻ്റെ പോസിറ്റിവിറ്റി ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ അതൊന്നല്ല, വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കോൺസേർട്സ് ചെയ്യുമല്ലോ നമ്മൾ, അതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവണേ. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇരുന്നിട്ട് ഞങ്ങളിങ്ങനെ ഓർക്കുമായിരുന്നു ഏതൊക്കെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ ഞങ്ങൾ ആലോചിക്കുക. അപ്പോൾ ഒന്ന് ഓഫ് കോഴ്സ് ദുബായ് എക്സ്പോയില് ചെയ്തത്. അവിടെ ദുബായ് എക്സ്പോയില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാരണം നമ്മൾ മലയാളികളായതുകൊണ്ടാണ്. കാരണം അതൊരു ഇന്റർനാഷണൽ സ്റ്റേജ് ആണ്. കാരണം പക്ഷെ അവിടെ അത്രയധികം മലയാളികൾ ദുബായിൽ ഉള്ളത് കൊണ്ടാണ് മലയാളികൾക്കൊരു സ്പേസും സ്ലോട്ടും കിട്ടുന്നത്. പക്ഷെ നമ്മൾ എന്താ പറയുക, അവരെല്ലാരും വന്ന് സപ്പോർട്ട് ചെയ്യണം. അത്രയും വലിയ ക്രൗഡ് കാണുമ്പോഴേ അതൊരു ഭയങ്കര അത്ഭുതവും, ബാക്കിയുള്ളവർക്ക് അത്ഭുതം, ഇത് എന്താ അത്രയധികം മലയാളികളുണ്ട് അവിടെ, അതുകൊണ്ടാണ്. അപ്പം അതൊന്ന്. പിന്നെ ബേക്കല് ഫെസ്റ്റിന് 2 വർഷം മുന്നേ 2023 തോന്നുന്നു, അവിടെ ചെന്നപ്പം അതേമാതിരി നിറയെ ഇപ്പോഴും നടക്കുന്നുണ്ട്. അത് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള ക്രൗഡ് വരാറുണ്ട്. അപ്പം അന്ന് ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് അവിടെ സ്റ്റേജിലേക്ക് കയറുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാവില്ലല്ലോ എത്ര പേരുണ്ട്. കുറച്ച് ഫ്രണ്ടിലുള്ളവരല്ലേ നമുക്ക് ലൈറ്റിൽ കാണുള്ളൂ. അതുകൊണ്ട് ഈ ഫ്ലാഷ് ലൈറ്റ്സ് ഓൺ ആക്കാൻ പറഞ്ഞപ്പോഴാണ് ഇത്രയും ജനങ്ങളുണ്ടത്. അപ്പോൾ ഒരു സെക്കൻഡ് എനിക്കിങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞത് നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതാണോ എന്നുള്ളത്. പക്ഷെ അത് ഇപ്പൊ ഞാനങ്ങനെ ഭയങ്കര ലൗഡായിട്ട് ഇന്ററാക്ട് ചെയ്യേ അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ഹലോ കൊച്ചി ഇതില്ലേ ഒച്ചത്തിൽ പറയും, ഇതെനിക്ക് പറ്റില്ല. ഞാൻ സംസാരിക്കണം. പക്ഷെ അതുപോലും അവര് എന്താ പറയാ ക്ഷമയോടെ സ്നേഹത്തോടെ കാണുന്നു എന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് ചിലപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കട്ടോ നല്ല ഒച്ചത്തിലൊക്കെ സംസാരിക്കണം. പക്ഷെ എനിക്ക് ഈ ഒരു രീതി വിട്ടിട്ട് പറയാനുള്ളൊരു ഒരു പേടി വരും അങ്ങനെ. അപ്പൊ ഞാൻ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ ഒരു സുഹൃത്തുക്കളോട് പറയും പോലെ പറഞ്ഞ ഇതാക്കുക. അപ്പൊ അവര് ആ ഒരു അതുകൊണ്ടാ തോന്നുന്നു വളരെ കൺസിഡറേറ്റ് ആയിട്ട് ആ ഒരു സ്നേഹത്തിൽ തന്നെ പെരുമാറും. പക്ഷെ പാട്ടുകൾ വരുമ്പോൾ ആ ഒരു എനർജിയിൽ ആ ഒരു ഇന്ററാക്ഷൻ നടക്കും. പിന്നെ റീസെന്റ് ചാലിശ്ശേരി പ്രോഗ്രാം ഉണ്ടായിരുന്നു, തൃത്താല ചാലിശ്ശേരിയുടെ കുടുംബശ്രീയുടെ സരസ്മേള. അത് ഈ പറഞ്ഞ മാതിരി ഇപ്പം ഏറ്റവും അടുത്ത ഓർമ്മയിലുള്ള കാര്യം ഞാൻ പറയണേ, അതൊരു വല്ലാത്ത ഓഡിയൻസ് ആയിരുന്നു. നമ്മളിങ്ങനെ ആളുകൾ ഒഴുകി വന്നുകൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, അതിന്റെ ഏരിയൽ ഷോട്ട്സ് ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്രയും പേര് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ എല്ലാവരും ഭയങ്കര എന്താ പറയാ നല്ല സ്നേഹമുള്ള നല്ല മനുഷ്യര്. അത് അവര് ഡാൻസ് കളിക്കുന്നുണ്ട്, അവര് അവിടെ എല്ലാ തരം ഇതുകളും നടക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. അവിടെ മെലഡിയും പാടാം, ഫാസ്റ്റ് സോങ്സും പാടാം, ഒക്കത്തിനും ഒരേപോലെ റെസ്പോണ്ട് ചെയ്യുന്ന ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. കൂടുതലും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരിക്കില്ല. ഇപ്പൊ മെലഡീസ് ആസ്വദിക്കാനുള്ള ഒരു ഓഡിയൻസ്, ഇപ്പൊ എനർജറ്റിക്, ഇപ്പൊ ജെൻസി കിഡ്സ് ആണെങ്കിൽ ഭയങ്കര നമുക്ക് സ്റ്റേജിൽ ഭയങ്കര കൺഫ്യൂസിങ് ആണ്. നമ്മൾ കയറി നിൽക്കുന്നത് ഒരു മുൻധാരണ ഇല്ലാണ്ടാണല്ലോ, എന്ത് തരം ആൾക്കാരാണ്, എന്താ ഓഡിയൻസ് ഒന്നും അറിയില്ല. അപ്പം പലപ്പോഴും ഇങ്ങനെ ഈ കോൺവെർസേഷൻ എന്നെ സഹായിക്കുക. ഞാൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാലോ, റിയാക്ഷൻസ് വെച്ചിട്ട് തീരുമാനിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ അവരൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ട് തിരിച്ചു പോകും. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഈ ഫാസ്റ്റ് സോങ്സ് മുഴുവൻ ഫുൾ ഫോക്കസ് ചെയ്ത് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതിനിടയിൽ ഈ ഭയങ്കര മെലോഡിയസ് പാട്ടുകൾ കേൾക്കണം എന്ന് ആഗ്രഹമുള്ള കുറേ പേരുണ്ടായിരിക്കും. അപ്പൊ അവരിങ്ങനെ ഡിസപ്പോയിന്റഡ് ആയിട്ട്, അപ്പൊ ഞാൻ എങ്ങനെങ്കിലൊക്കെ അതും കൂടി കുത്തിക്കയറ്റാൻ നോക്കും കോൺസെർട്ടിൽ. കുറെയൊക്കെ മെലഡി ഇപ്പോഴത്തെ ഒരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഭയങ്കര വൈബ് ചെയ്യാനും ഹൈ എനർജി കോൺസെർട്സ് ഇങ്ങനെ അങ്ങനെ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ അതല്ലാതെ കുറച്ച് പേരും ഉണ്ടായിരിക്കും. അപ്പൊ ഞാൻ അങ്ങനെ ചോദിക്കും, വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ, അങ്ങനെയാണ് നമുക്ക്. പക്ഷെ അവരങ്ങനെ രസമായിട്ട്, അപ്പം ഈ ഫാസ്റ്റ് സോങ്സ് ഇഷ്ടമുള്ള ആൾക്കാർ ക്ഷമയോട് കൂടി കേട്ടിരിക്കൂട്ടെ ഇവർക്ക് വേണ്ടിയിട്ട് മിക്ക സ്ഥലങ്ങളിലും.
ഓക്കെ. അപ്പോൾ ഈ മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും സായു മോൾക്കിപ്പോൾ അമ്മയെ മിസ് ചെയ്യുന്നുള്ളൊരു ഒരു സായു സിറ്റുവേഷൻ ഇപ്പൊ ഒക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു. തിരക്കായി. അതായത് ഉം. പഠിക്കുന്ന കുട്ടിയല്ലേ, സ്കൂളിൽ പോകുമ്പോ അവർക്ക് ഹോംവർക്കും ക്ലാസ്സുകളും ഒക്കെ ആയിട്ട് ഉം. കുഞ്ഞു കുട്ടിയാകുമ്പോ മിക്ക സ്ഥലങ്ങളിലും അവള് കൊണ്ടുപോകായിരുന്നു. പറ്റ കുഞ്ഞാകുമ്പോ എപ്പോഴും വരുമായിരുന്നു. ഉം. അത് കഴിഞ്ഞ് സ്കൂളിലൊക്കെ ചേർന്നതിന് ശേഷം എന്താ വെച്ചാല് ഇടയ്ക്കൊക്കെ അവധി എടുത്തിട്ട് ഇപ്പൊ ഉം. പിന്നെ ഇങ്ങനെ അങ്ങനെ ലീവ് ഒന്നും എടുക്കാൻ സായു സമ്മതിക്കില്ല, അമ്മമ്മയും സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വേറെ യാത്രകൾ പ്ലാൻ ചെയ്യും. വർഷത്തിലൊരു പ്രാവശ്യം അവളെയും കൂട്ടി ഇതൊന്നും ഇല്ലാണ്ട് സമാധാനമായിട്ട് അങ്ങനെ പോകും. പക്ഷെ അവൾക്ക് അവളുടെ എന്താ പറയാ ക്ലാസ്സുകളും അതൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ കൂട്ടുകാരും പിന്നെ വീട്ടിലാണെങ്കിലും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഷോസ് ഇല്ലാത്ത സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയും. ഇപ്പൊ ഇങ്ങനെ വർത്താനം പറയാവുന്ന പ്രായമൊക്കെ ആയി തുടങ്ങിയില്ല, 12 വയസ്സായില്ലേ. ഫാമിലിയുടെ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ചേച്ചി കൂടുതലും അച്ഛനോട് ഭയങ്കരമായിട്ട് ഒരു അറ്റാച്ച്മെന്റ് ഉള്ള പോലെ പല ഇത് കാണുമ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അച്ഛനോടുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം കാര്യങ്ങളൊക്കെ എന്താണ്? ഞാനും അച്ഛനും അമ്മയും ആണ് വീട്ടിലുണ്ടായിരുന്നത്. ഞാൻ ഒരാളേ ഉള്ളൂ വീട്ടില്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര അടുപ്പത്തിലാണ് ജീവിച്ചിട്ടുള്ളത്. കാരണം അവരറിയാത്ത ഒരു കാര്യമില്ല, അവരോട് എല്ലാം പറയാൻ പറ്റും. അച്ഛൻ ഭയങ്കര എന്താ പറയാ, എൻ്റെ കൂട്ടുകാരൊക്കെ എപ്പോഴും ഇപ്പോഴാണെങ്കിൽ പോലും അച്ഛനെയും അമ്മേനെയും കാണുന്ന സമയത്ത് എപ്പോഴും പറയും ഞങ്ങൾക്ക് ഭയങ്കര അസൂയാവും ഇതേമാതിരി പേരൻസ് എന്നെ കാണുമ്പോൾ എന്ത് രസമാണ് ചേച്ചിയുടെ അച്ഛനും അമ്മയെന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര, നമ്മളിപ്പോൾ കുട്ടികളെ മുകളിൽ നമുക്ക് അഭിമാനം വരില്ലേ, അതേമാതിരി എൻ്റെ പേരൻസിൻ്റെ മുകളിൽ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ഞാൻ എൻ്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തുമ്പോഴേ അവർ ഭയങ്കര ഓപ്പൺ ആയിട്ട് പെരുമാറുന്ന, ഒരു തരത്തിലുള്ള ചില ആൾക്കാർ നമ്മളിങ്ങനെ ചോദ്യമൊക്കെ ചോദിച്ചു ഇങ്ങനെ ബുദ്ധിമുട്ടിക്കില്ലേ, അതൊന്നും ഇല്ലാത്ത ആൾക്കാർ. അവർ വളരെ ഫ്രണ്ട്ലി ആണ്, എല്ലാവരോടും ഭയങ്കര സ്നേഹത്തിലാണ് പെരുമാറുക. അപ്പം അച്ഛൻ എനിക്ക് തോന്നുന്നു അത് അച്ഛനായിട്ട് പരിചയപ്പെട്ട എല്ലാവരും എപ്പോഴും 100% അച്ഛനോട് സ്നേഹം ആണ് ഞാൻ കണ്ടിട്ടുള്ളത്. അച്ഛനാവട്ടെ സായു ആവട്ടെ ഞാനാവട്ടെ ഞങ്ങളുടെ എല്ലാവരും ഇപ്പൊ വീട്ടിലെല്ലാവരും ഞങ്ങളുടെയൊക്കെ ഒരു ബാലൻസ് എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മ മേ ബി കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. കാരണം അമ്മ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ അമ്മ അങ്ങനെ പിന്നീട് ജോലി പർസ്യൂ ചെയ്തിട്ടില്ല, ഹോം മേക്കർ എന്നുള്ള രീതിയിൽ. പക്ഷെ ആ ഒരു അമ്മ എടുക്കുന്ന ഒരു എഫേർട്ടിന്റെ ഒരു 10-1 പോലും ഞങ്ങൾക്ക് ആർക്കും എടുക്കാൻ പറ്റുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഇപ്പൊ പാടുന്നതും ഇപ്പൊ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റുന്നൊക്കെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ ഇങ്ങനെ 24/7 വർക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ തലയിൽ കൂടെ പോണ പല കാര്യങ്ങളാ. കാലിക്കറ്റിൽ എൻ്റെ വീട്, ഇവിടെ സായുവിന്റെ പഠിത്തം, അച്ഛൻ്റെ അവിടുത്തെ എല്ലാം ഇങ്ങനെ ഓർത്ത് ചെയ്യേണ്ട ഒരാളാണ്. എൻ്റെ ചെറുപ്പം മുതലും ഇപ്പോഴും ഞാനിപ്പോ യാത്രയ്ക്ക് പോകുമ്പോഴും ഞാൻ അമ്മേനോടൊന്ന് എല്ലാം ചോദിക്കും, അമ്മ ഞാൻ എന്തൊക്കെ എടുത്തത് ഒന്ന് ഓർമ്മിപ്പിക്കുക പറഞ്ഞാൽ അമ്മ ഇങ്ങനെ എണ്ണ ഇട്ടിട്ട് എന്നെ ഓർമ്മിപ്പിക്കും. അത്രയും എഫിഷ്യൻ്റ് ആണ്. അപ്പൊ അവർ രണ്ടാളും ഇല്ലാണ്ട് എനിക്ക് ആലോചിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും എനിക്ക് ലൈഫിൽ ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് അവരെന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നാലെ ഈ പാട്ടും ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അത് മുഴുവൻ അവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്കൊരു ലൈഫിന്റെ ഉദ്ദേശം എന്നൊക്കെ പറയില്ലേ, എൻ്റെ ലക്ഷ്യമായിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കാതാ അവരെ ഏറ്റവും സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ടും വെക്കുക എന്നുള്ളത്. എപ്പോഴെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുണ്ടോ നമുക്ക്? ലൈക്ക് എന്തെങ്കിലും ഒരു ബ്രേക്ക് അങ്ങനെ തോന്നുക, ആരോടെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് തോന്നിയിട്ട് നമുക്കൊരു അവരോട് പിന്നെ വിട്ടു പോകേണ്ടി വരിക അങ്ങനെയൊക്കെ ഉള്ളത്? അങ്ങനെയല്ല, എനിക്ക് അറ്റാച്ച്മെന്റ് തോന്നിയത് അറ്റാച്ച്മെന്റ് തന്നെയാണ്. നമുക്ക് ഈ എന്താ പറയാ സൗഹൃദങ്ങളൊക്കെ ചിലപ്പോൾ പല ഫേസുകൾ ഉണ്ടായിരിക്കും സൗഹൃദങ്ങൾക്ക്. അതായത് നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈമിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ ചിലപ്പം അത്ര ആ ക്ലോസ്നെസ് ഇല്ലാത്ത പീരീഡിലേക്ക് നമ്മൾ എത്തിയേക്കാം. അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെന്ന് പറഞ്ഞിട്ടുള്ളൊരു മേ ബി ഒരു 10-ൽ താഴെ ആൾക്കാരെടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ലോങ് ടേം ആയിട്ടുള്ള ഫ്രണ്ട്സാണ്, വളരെ കുട്ടിക്കാലം മുതൽക്കുള്ള സുഹൃത്തുക്കളാണ്. അല്ലെങ്കിൽ എൻ്റെ കോളേജിൽ നിന്ന് കിട്ടിയിട്ടുള്ള 1-2 പേര് അങ്ങനെയൊക്കെ. ബാക്കി എല്ലാ അക്വൈൻറ്റൻസുകളുണ്ട്, സ്നേഹമുണ്ട് അവരോടൊക്കെ. ഇത് പക്ഷെ വളരെ ഡീപ്പാണ്. അതുകൊണ്ട് ഇവരോട് സംസാരിക്കും വേണ്ട, എത്ര കൊല്ലം കഴിഞ്ഞാലും ഒന്ന് മിണ്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ എവിടെയാണോ നിർത്തി അവിടെ തുടങ്ങാൻ പറ്റുന്ന ഉള്ളുകൊണ്ട് അറിയുന്ന സുഹൃത്തുക്കളുണ്ട്. അതല്ലാണ്ടുള്ള എന്താ പറയാ ഓരോ പീരീഡിൽ വന്നു പോയിട്ടുള്ള സൗഹൃദങ്ങളുണ്ട്. ആ സൗഹൃദങ്ങൾ ഒരിക്കലും ഉണ്ടായാൽ അത് ഇല്ലാണ്ടാവുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മേ ബി നമ്മൾ കാണുന്നില്ലായിരിക്കാം, ഇന്ററാക്ഷൻ ഇല്ലായിരിക്കാം, അന്നത്തെ സൗഹൃദത്തിന്റെ സ്വഭാവത്തിലായിരിക്കില്ല ചിലപ്പം ഇപ്പം നമ്മുടെ ഫീലിങ്സ് ടുവേർഡ്സ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവരോടോ അല്ലെങ്കിൽ ആ സൗഹൃദത്തിനോടോ. പക്ഷെ ആ ഉണ്ടായ സൗഹൃദം, ആ ഉണ്ടായ നല്ല കാര്യങ്ങൾ ഒരിക്കലും അത് നമ്മൾ ഗെയിൻ ചെയ്തത്, അത് ആ സൗഹൃദത്തില് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ മാത്രമല്ല അത് അനുഭവിക്കുന്നത്, നമ്മളും അത് എക്സ്പീരിയൻസ് ചെയ്യുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്ത ആൾക്കാരാണ്. ആ എക്സ്പീരിയൻസ് ഒരിക്കലും നമ്മുടെ അടുത്ത് നിന്ന് ആർക്കും എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് സൗഹൃദങ്ങൾ വൺസ് ഉണ്ടായാൽ
അത് എല്ലാ കാലത്തേക്കും ഉള്ളതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഇത്രയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു ഗുഡ് ഫീലുള്ളൊരു പാട്ടുണ്ട്, വൗ സോങ്. നമുക്കത് എന്താ പറയുക, ഒരിക്കലും എല്ലാ കാലത്തും ഭയങ്കര ആ ഒരു സോങ് ഇറങ്ങിയ കാലം തൊട്ട് എല്ലാവർക്കും ഭയങ്കര ഫീൽ തരുന്ന ഒരു നാട്ടിനോടുള്ള ഒരു ഇതും എല്ലാം തരുന്ന ഒരു പാട്ടാണ്. ചേച്ചിയുടെ ആ ഒരു പാട്ട് ഷാനക്കയോടും മനുവിനോടും ഒക്കെ അതെ, താങ്ക്സ് പറഞ്ഞുകൊണ്ട് പാടാം. ഓക്കെ. പൊന്നിൻ കണിക്കൊന്നാടി മൂടി പൂത്തൊരുങ്ങും ചന്തം മീനുങ്ങട മിന്നൽ കൊടിയാരിവളേ കനവിലോ കുളിരുമാ വിരിയുമേ മുഖമിനെ മഷിതൊടാ മിഴിയിലോ പരലുകൾ പിടയവേ അരുണമാ കവിളിലോ പുലരിയോ ശലഭമോ നടകളോ നദികളാ ഒഴുകിയോ. അടിപൊളി, പോവും തന്നെ പറയണം. ആരെയും ജഡ്ജ് ചെയ്യുന്നത് നമ്മളെ കൊണ്ട് ആരും ജഡ്ജ് ചെയ്യാൻ നമ്മൾ ആളല്ല എന്നുള്ള രീതിയിൽ ചേച്ചി പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേസമയം റിയാലിറ്റി ഷോസിൽ കൂടെയൊക്കെ വന്ന് ഇപ്പോഴും ആ ഒരു സെയിം അതേ വേദിയിൽ തന്നെ ഒരു ജഡ്ജിങ് പാനലിലിരിക്കുമ്പോഴത്തേക്കും എന്താണ് അതൊരു വാക്ക് മാത്രമാണ്. നമ്മൾ ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു സ്പേസിന് ആളുകൾ കൊടുത്തിരിക്കുന്ന ഒരു പേര് എന്നേ ഉള്ളൂ, ജഡ്ജസ് ആണ് അവർ എന്നുള്ളത്. അതൊരു എന്താ പറയുക, കാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിച്ചൊരു വാക്ക് എന്നുള്ളത്. ആക്ച്വലി ആ സ്പേസിൻ്റെ ഒക്കെ അർത്ഥമൊക്കെ ഭയങ്കരമായിട്ട് റീഡിഫൈൻ ചെയ്യേണ്ട സമയമാണ്. കാരണം ഇത് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ട് കാണാൻ പറ്റുള്ളൂ. നമ്മൾക്ക് മുന്നിൽ പാടാൻ വരുന്ന ആൾക്കാർ ഉള്ള അറിവുകളും അവർ മനസ്സിലാക്കിയ കാര്യങ്ങളും ഒക്കെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നമ്മളെക്കാളും കുറവ് എന്നുള്ള അർത്ഥമില്ല. പ്രായം കൊണ്ട് ചിലപ്പോൾ അവർ കുറച്ചും കൂടി ചെറിയ കുട്ടികളായിരിക്കും. അപ്പോൾ ആ ഒരു കുറച്ച് നമ്മൾ അധികം ജീവിച്ച വർഷങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, അത് മാത്രമേ നമുക്ക് എക്സ്ട്രാ എന്ന് പറയാനുണ്ടാവുള്ളൂ. പക്ഷെ അവർക്ക് വേറെ ഇപ്പം പ്രത്യേകിച്ചും പുതിയ കുട്ടികളാകുമ്പോൾ അവരുടെ ഒരു നോളജ് അവർ പല സ്ഥലത്തുനിന്നും എടുക്കുന്നതാണ്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു വലുപ്പം എങ്ങനെയാണെന്ന് അളക്കാൻ പോലും പറ്റില്ല. അത് വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്പേസ്, അത്രേ ഉള്ളൂ. പിന്നെ അവിടെ പോയി നിൽക്കുന്ന ആളുകൾക്ക് ഒരു ടെൻഷൻ, മാനസിക പ്രഷർ, ഒരു പെർഫോമൻസിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നല്ലോണം മനസ്സിലാവും. ഇതേ വഴിയിലൂടെയാണ് നമ്മൾ, അതിന് വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല. എല്ലാവർക്കും ആ ഒരു, അപ്പോൾ അത് ഓവർകം ചെയ്യാൻ എന്താ ചെയ്യാൻ പറ്റുക? പിന്നെ അവരോട് നമുക്ക് പറയാലോ, ഇത് തൽക്കാലത്തേക്കുള്ളൊരു പേടി മാത്രമാണ്, ഇത് മാറുന്നൊരു സമയം വരുന്നത് നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും. കാരണം ആ ഒരു യാത്ര കുറച്ച് മുന്നേ നമ്മൾ നമ്മുടെ ബസ് കുറച്ച് ഫ്രണ്ടിൽ പോയതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ചില കുട്ടികൾ വന്ന് ചോദിക്കും, എനിക്കിങ്ങനെ കയറുമ്പോൾ ഒരു പേടി വരുന്നുണ്ട് ചേച്ചി. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, അപ്പോൾ പേടിക്കലേ നിവൃത്തിയുള്ളൂ. നമുക്കും പേടി തോന്നിയിരുന്നു, ഇപ്പോഴും പേടി തോന്നാറുണ്ട് ചില സമയങ്ങളിൽ. മെല്ലെ മെല്ലെ അത് മാറും. ഇപ്പം എനിക്കുള്ള ഉണ്ടാവുന്ന എന്താ പറയുക, മനസ്സിലുണ്ടാവുന്ന കുറേ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുമല്ലോ ഒരു പെർഫോം ചെയ്യുമ്പോൾ. അത് മേ ബി നമ്മളെങ്ങാളും സീനിയർ ആയിട്ടുള്ളവരോട് ചോദിക്കുമ്പോൾ അവരതിന് വേറെ പോലെ നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അതേപോലെ ഈ കുട്ടികളോടൊക്കെ ഇങ്ങനെ ഇൻട്രാക്ട്, സുഹൃത്തുക്കളെ പോലെയാണ് കേട്ടോ. അവിടെ ഇപ്പം ഉള്ള കുട്ടികളൊക്കെ തന്നെ എല്ലാവരും കൂട്ടുകാരെ പോലെ, ചേച്ചിയെ പോലെയാണ് അവർ കാണുന്നത്. ഞങ്ങൾ തമാശകൾ പറയും, ഇടയ്ക്ക് പാട്ടിൻ്റെ കാര്യങ്ങൾ പറയും. പിന്നെ ആ പെർഫോമൻസിന് വേണ്ടുന്ന സഹായകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത്രേ ഉള്ളൂ. ചേച്ചി ഇപ്പോൾ ഈ സ്വന്തം നിലപാടുകളൊക്കെ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ നെഗറ്റിവിറ്റികൾ ചേച്ചിക്ക് കൂടുതലും അതിൽ നിന്ന്, അത്തരം സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളൊരു എപ്പോഴും പറയുന്നതാണ്. എനിക്ക് നെഗറ്റിവിറ്റികളിൽ താല്പര്യമില്ല, തർക്കിക്കാൻ ഞാനില്ല എന്നുള്ളൊരു സംഭവമാണ് ചേച്ചി എപ്പോഴും പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു നെഗറ്റിവിറ്റിയൊക്കെ ഈ ഒരു സ്പേസിൽ നിന്നൊക്കെ മാറുമ്പോഴത്തേക്കും അപ്പോഴും ഈ സ്വന്തം നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അങ്ങനെ നിലപാടുകൾ തുറന്നു, ഇപ്പോൾ അന്നൊരു മേക്കപ്പ് റിമൂവിങ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു നിലപാടുകൾ പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധികൾ അതിൻ്റെ പേരിൽ നേരിട്ടേണ്ടി വന്നിട്ടുണ്ടോ? ഞാൻ അതിനെപ്പറ്റി അങ്ങനെ ചിന്തിക്കാറില്ല. ഇപ്പം നിലപാടുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയണമെന്ന് പോലുമില്ല. ഇപ്പം ആ വീഡിയോസോ അല്ലെങ്കിൽ ഞാൻ കോൺസ്റ്റൻ്റ്ലി എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ എഴുതിയിടുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ നിലപാട് പറയാനായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ചുറ്റും. അപ്പം അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമുക്കാണ് ഒരു പ്ലഷർ കിട്ടണം അതില്ലേ. അത് പറയുമ്പോൾ സാധനം എഴുതിയിട്ടു, സന്തോഷം, ഒരു തൃപ്തി ഉണ്ടല്ലോ. അത് കുറച്ച് കഴിയുമ്പോൾ അതും മാറും. നമുക്ക് ഈ നിലപാടുകൾ പറയേണ്ട കാര്യം, നിലപാടുകൾ നമ്മൾ എടുക്കുകയാണ് വേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കണേ. നമ്മൾ നിലപാടുകൾ എടുക്കുകയും നമുക്ക് ശരിയെന്ന് തോന്നുന്ന സ്ഥലത്ത് ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് തോന്നുന്നു. നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഒരു കോമൺ കോസിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറയുമ്പം അത് ഇത്തിരി പേരെയൊക്കെ മേ ബി ഇൻഫ്ലുവൻസ് ചെയ്താൽ നല്ല കാര്യം. അങ്ങനെ ഉണ്ടല്ലോ, ഒരു പൊതു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പം വ്യക്തിപരമായിട്ടുള്ള നിലപാടുകൾ എപ്പോഴും ഞാൻ അതിങ്ങനെ പറയേണ്ടത് പോലും ഇല്ല എന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട്.
എനിക്ക് അറിഞ്ഞുകൂടാ, അതിങ്ങനെ ഓരോ സമയത്ത് മാറി മാറി വരും. കാരണം വെച്ചാൽ ഈ നമ്മൾ നിലപാടുകൾ പറയുന്നത് കൊണ്ട് നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്ന കോൺവെർസേഷൻ ഉണ്ടല്ലോ, ഈ പോസ്റ്റിനടിയിലും ഒക്കെയുള്ള ത്രെഡുകളൊക്കെ, അത് വലിയ ഹെൽത്തി ഒന്നും അല്ല. അത് ഒരു ദിക്കും ദിശയില്ലാത്ത ചർച്ചകളാണ്. നമ്മൾ ആരോടാ എന്താ പറയേണ്ടത്, ഇപ്പം മറുപടി പറയാൻ ചിലപ്പോൾ നമുക്ക് തോന്നും, പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലും എഴുതിയെന്ന് വരും. അതിൻ്റെയൊക്കെ ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളതാണ്. എല്ലാം കാണുന്നുണ്ടല്ലേ? കാണാറുണ്ട് ഞാൻ. ആളുകൾ പലപ്പോഴും ഇത് വെറുതെ എഴുതാൻ വേണ്ടിയിട്ട് ഒരു എക്സസൈസ് എന്നുള്ള രീതിയിൽ കാണും ഇതിന്. അതല്ലാണ്ടുള്ള ചർച്ചകളില്ലേ നമ്മൾ സൗഹൃദത്തിൻ്റെ ഇടങ്ങളിലോ അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് സ്ട്രേഞ്ചേഴ്സ് ആവട്ടെ കണ്ടു കഴിഞ്ഞാലുള്ള ഇൻട്രാക്ഷൻസിൻ്റെ അകത്ത് നല്ല രസമായിട്ടുള്ളൊരു എന്താ പറയുക, അത് ബിൽഡ് ചെയ്ത് വരും. അതിൻ്റെ അകത്ത് നമ്മളും കുറേ കാര്യങ്ങൾ പഠിക്കും. ഓപ്പോസിറ്റുള്ള ആളുകൾക്ക് നമുക്ക് ചില എന്താ പറയുക അങ്ങോട്ട് ഇങ്ങോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇത് അതൊന്നും ഇല്ലല്ലോ. ഇത് നമ്മളിങ്ങനെ കാണാണ്ടിരുന്ന് വെറുതെ എഴുതുക, പിന്നെ ആ പറഞ്ഞ ആളെ ചീത്ത പറയാൻ കുറേ ആൾ വരിക. അപ്പോൾ വളരെ അബ്യൂസീവ് ആയിട്ടുള്ള ഭാഷയൊക്കെ നമ്മൾക്ക് പരിചയമുള്ളവരുടെ അടുത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് എന്തോ പോലെ തോന്നുമല്ലോ, ഈ തെറിവിളികളൊക്കെ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഞാനിപ്പോൾ ആക്ച്വലി അത് വായിക്കാറ് പോലും ഇല്ല. പലതും ഈ കോമൻസ് ആയിട്ടുള്ള സാധനങ്ങൾ ആരോട് എന്ത് എങ്ങനെയെന്നില്ലാണ്ട് അബ്യൂസീവ് ആയിട്ടുള്ള ഭാഷ ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം എടുക്കുക ആൾക്കാർ. അപ്പം അത് എത്രമാത്രം, അതിപ്പം എനിക്ക് തോന്നുന്നില്ല അവർ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡെയിലി ലൈഫിലൊന്നും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊന്നും ആയിരിക്കില്ല. പക്ഷെ ഇത് ഞാൻ പലപ്പോഴും അത് ചിന്തിക്കാറുണ്ട്. ഇപ്പൊ ഇങ്ങനെ അങ്ങ് തുറന്ന് ഈ ഒരു ഓപ്പൺ സ്പേസിൽ ഇങ്ങനെ കമന്റ്സ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് എങ്ങനെ എന്തും പറയാന്നുള്ളൊരു ഇതാണോ? പക്ഷെ നമുക്ക് അതേ ഭാഷയിൽ അതിനോട് എന്ത് റെസ്പോണ്ട് ചെയ്യും? അതിനൊന്നും മറുപടി വേണ്ട കാര്യം പോലും ഇല്ലല്ലോ. നമ്മളത് സത്യത്തിൽ ബാധിക്കാനേ പാടില്ലല്ലോ. അപ്പൊ ബാധിക്കാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് ഇത്രമായിട്ടുള്ള മെന്റൽ പവർ വേണം. അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല നമ്മൾ, സാധാരണ മനുഷ്യരാണ്. നമ്മൾ ആലോചിക്കുക, ഫസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണുമ്പോൾ ആദ്യം ആലോചിക്കുക, നമ്മൾ മാത്രമല്ലല്ലോ ഇത് കാണുന്നത്, നമ്മളുമായിട്ട് അടുപ്പുള്ള ആൾക്കാർ, സുഹൃത്തുക്കള്, നമ്മളുടെ ബന്ധുക്കള്. ഞാൻ ഇപ്പം പല ആൾക്കാരുടെയും കമന്റ്സ്, ചെറിയ കുട്ടികൾ മുതലുള്ള ആൾക്കാരുടെ വീഡിയോസിന്റെ അടിയിലൊക്കെ ആളുകൾ വളരെ അബ്യൂസീവ് കമന്റ്സ് ഇടുമ്പോഴേ ഇപ്പൊ ഞാൻ ആലോചിക്കും, ഇവരുടെ വീട്ടുകാരും ഒക്കെ ഈ പറയുന്ന ആരെ പറ്റിയാണോ എഴുതുന്നതെന്ന് മാത്രമല്ല, ഈ എഴുതുന്ന ആൾക്കാരുടെ കുടുംബം ഇത് കാണില്ലേ എന്ന് വിചാരിക്കും. പറയുന്ന ആൾക്കാർക്ക് മക്കളും സഹോദരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരിത് വായിക്കുമ്പോൾ അയ്യോ എന്റെ കൂടെയുള്ള ആൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, അങ്ങനെ ഒരു നാണക്കേട് പിന്നെ തോന്നില്ല. ഇത് അവിടെ കിടക്കല്ലേ, തോന്നില്ലേ? എന്താ അവർ സ്വന്തം ആലോചിക്കാത്തേന്ന് എനിക്ക് തോന്നാറുണ്ട്. ചിലരെയൊക്കെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുമ്പോഴേ ഫാമിലിയൊക്കെ ഫാമിലി ഉണ്ട്, അവരുടെ വളരെ അഭിമാനത്തോടെ മക്കളെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് ഈ കമന്റ്സ് വന്നിടുന്നത്. അപ്പൊ നമുക്കൊരു നാണം തോന്നില്ലേ ഇങ്ങനെ ചെയ്യുമ്പോ? അപ്പൊ അതില്ലാത്തൊരു സ്പേസിൽ വെറുതെ പോയിട്ട് നമ്മൾ പിന്നെ അതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല എന്നാ ഞാൻ വിചാരിക്കുന്നത്. തരുണിയില് വളരെ ശക്തമായിട്ടൊരു സ്ത്രീകളെ കുറിച്ച് ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ് ചേച്ചി പറഞ്ഞു വെക്കുന്നുണ്ട്. അതിലെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ദേവതയല്ല, വിഗ്രഹമല്ല, അവതാരമല്ല, വെറും തരുണി എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റോടെ. അപ്പൊ സ്ത്രീകളെ കുറിച്ച് പൊതുവേ സമൂഹത്തിലുള്ള ഒരു ധാരണയുണ്ട്, അമ്മയാണ്, ദൈവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്ന ഒരു ജസ്റ്റ് ഒരു ചട്ടക്കൂടിനുള്ളിൽ, അതെ ഗ്ലോറിഫൈ ചെയ്യാണ് സ്ത്രീകൾ ഒരു ചട്ടക്കൂടിനുള്ളിൽ. അതൊരു ജസ്റ്റ് പറഞ്ഞ ഒരു ട്രാപ്പാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പൊളിച്ചെടുക്കിയിട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റാണ് തരുണിയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ചെയ്യുമ്പോൾ ചേച്ചികളെ ഞാൻ ആ ഒരു കൺസെപ്റ്റാണ് ആകെ ഞാൻ ഹരിയേട്ടനോട് പറഞ്ഞത്. ഹരിനാരായണന്റെ അടുത്ത്, ഹരിയേട്ടൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനത്തെ ഈ ഒരു സാധനം. ഞാൻ പണ്ട് നാഗമണ്ഡലം പഠിക്കുന്ന സമയത്ത് അതിലിങ്ങനെ കോളേജ് പഠിക്കുമ്പോൾ അതിലുണ്ടായിരുന്നു, ഒന്നെങ്കിൽ ഡീഫൈ ചെയ്യും, അതായത് ഒന്ന് ദേവദാത്തം കൽപ്പിക്കും, അല്ലെങ്കിൽ മറ്റേ ചവിട്ടി തേക്കണ ആ സ്ഥലത്തെത്തും. ഈ രണ്ടിനിടയിൽ സാധാരണ ഒരു ഹ്യൂമൻ ഫേസ് ഇല്ല എന്നിങ്ങനെ പറഞ്ഞ് സ്ത്രീ ഒന്നെങ്കിൽ നമ്മളെല്ലാം ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്ത് തെറ്റുകൾ ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരാളുകളാക്കിയിട്ട് സ്ത്രീകളെ മാറ്റി വെക്കും. അല്ലെങ്കിൽ പിന്നെ തീരെ അങ്ങനെ ആൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് പോലെ പെരുമാറുക എന്നുള്ളത്. അപ്പൊ ഇതിന്റെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യരാണല്ലോ. ഇപ്പം ചിത്രയ്ക്ക് ദേഷ്യം വരും അല്ലേ, നല്ല ദേഷ്യം വരും, സങ്കടം വരും. ഇതേപോലെ തന്നെ ആൺകുട്ടികൾക്കും അതേപോലെ തന്നെ. ആൺകുട്ടികളോട് നമ്മളിത് പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് കരയാൻ പാടില്ല, സ്ട്രോങ് ആയിട്ട് പെരുമാറണം. അപ്പൊ അത് ഈ രണ്ട് ജെൻഡറിനെ എത്രമാത്രം ബേർഡൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സ്ത്രീകൾ പല സമയത്തും അവർക്ക് അപ്പം തോന്നുന്ന കാര്യങ്ങളെ തുറന്നപ്പം ആളുകൾ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാണ്ട് ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻസ് വേറെ. ആൺകുട്ടികൾക്കാണെങ്കിൽ ഇതേപോലെ എപ്പോഴും ഭയങ്കര ധീരന്മാരും വീരശൂര പരാക്രമികളുമായിട്ട് ആക്ട് ചെയ്ത് അവർക്കും കരയാൻ തോന്നുന്ന സമയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് കാലാകാലങ്ങളായിട്ട് സൊസൈറ്റി ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ഭാരം കൊടുത്തിട്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതല്ലാണ്ട് സാധാരണ എങ്ങനെയാണോ തോന്നുന്നത് ആ പെരുമാറുന്നത് പോലെ പെരുമാറിയാൽ ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എല്ലാവരും കുറേ കൂടി സമാധാനത്തിൽ ജീവിക്കും. അപ്പോൾ ഈ വഴക്കുകളോ ഈ പറഞ്ഞമാതിരി കൂടുതൽ വലിയ കോൺഫ്ലിക്റ്റ് എല്ലാം ഇങ്ങനെ നമ്മളൊരു പ്രഷർ പോയിന്റ് കഴിഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന സ്ഥലത്ത് മാത്രമേ ആളുകൾ കാണുള്ളൂ. അതുവരെ ഉണ്ടാവണ ഒന്നും നമ്മൾ അഡ്രസ്സ് ചെയ്യില്ല. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ല. അത് ആ
തരുണി എന്ന് പറഞ്ഞ പാട്ടിൽ അതായിരുന്നു അങ്ങനെ പറയാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഒക്കേഷണൽ ഇത് എന്താ പറയാ, സാധാരണ മനുഷ്യരെ പോലെ ഇടപെടുന്നതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളത്. അതെ. അതുപോലെ തന്നെ ഉടലാഴം സിനിമയിലെ പൂമാത പിന്നമത ആ ഒരു പാട്ട് ഭയങ്കരമായിട്ടും എന്താ പറയാ, അതിനൊരു പ്രത്യേക ഒരു ചരിത്രം തന്നെയുണ്ട് പൂമാത. പൂമാതയുടെ കഥയുണ്ട്. അപ്പൊ അത് ഒരു എന്താ പറയാ ഒരു നാടോടി ആ ഒരു പാട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു സംഭവമാണ്. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതിനൊരു പ്രത്യേക ഓഡിയൻസ് ഉണ്ട്. പിന്നെ അപ്പൊ ആ ഒരു പാട്ടൊന്ന്. അത് മിഥുൻ ജയരാജും ഞാനും കൂടി ചേർന്നാ ചെയ്തേ. അതൊരു ലോക്കൽ ലെജൻഡാണ് പൂമാതയുടെ കഥ. ഈ പറഞ്ഞ അതേ സങ്കല്പമാണ്. അതായത് ഭയങ്കര മിടുമിടിക്കായിട്ടുള്ളൊരു പെൺകുട്ടി, ആ പെൺകുട്ടി ജീവനോടെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ള എതിർപ്പുകൾ ഉണ്ടല്ലോ, അത് അത്രയും അവളുടെ കഴിവുകൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കൂട്ടം ആളുകളോ അല്ലെങ്കിൽ ആ ഒരു പവർ പൊസിഷനിലുള്ള ആൾക്കാർ അവളെ കൊല്ലുകയാണ്. പക്ഷെ മരിച്ചതിന് ശേഷം അവള് ദേവദാത്തം കൽപ്പിച്ച് കോടമഴക്കാറിൽ കണ്ണൊന്നെഴുതി പെണ്ണ്, നല്ല പനങ്കൂല മുടി മാടിക്കെട്ടി പെണ്ണ്, മാടത്തിൻ ചേതിയില് ചെന്നങ്കിരിക്കണപ്പം, മാനത്തെ അമ്പിളി നാണിച്ചോളിച്ച് നിൽക്കും നീ ആട് പൂമാതേ പാട് പൂമാതേ പാട് പൂമാതേ. അടിപൊളി. എന്താ പറയാ, അത് നേരിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. ഇപ്പോൾ ചേച്ചിക്ക് ഒരുപാട് അവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സംസ്ഥാന അവാർഡുകളാണെങ്കിലും ഒരുപാട് സിനിമ അവാർഡ്സ്, ഏഷ്യാനെറ്റ് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അവാർഡുകളുടെ കാര്യം പറയുമ്പോൾ അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ളത് ഏനിൻറോഡി എന്നുള്ളൊരു പാട്ടാണ്. അപ്പോൾ അന്നാണ് ശരിക്കും പറഞ്ഞാൽ താര കൃഷ്ണകുമാറിനെ എല്ലാവരും കൂടുതലും ഒന്ന് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്നതും ഇത് ആരാണ് ഈ സിംഗർ എന്നുള്ള കാര്യം. കാരണം അതൊരു പ്രത്യേക ആ ഒരു ശബ്ദം തന്നെ ഭയങ്കര ഒരു സ്പെഷ്യലായിരുന്നു. അപ്പോൾ എല്ലാവരും തിരഞ്ഞു പോയിട്ടുണ്ട് ഇത് ഏത്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഏറ്റവും ഒരു അഭിമാനം തോന്നിയൊരു നിമിഷം. അങ്ങനെ അവാർഡുകൾ ഓഫ് കോഴ്സ് അത് ഓരോ പാട്ടുകൾ, ഇപ്പം എം ജയചന്ദ്രൻ സാറിന്റെ പാട്ട്, ആ സിനിമ സെല്ലുലോയിഡ് എന്ന് പറഞ്ഞ സിനിമ, അതിൽ വളരെ പ്രസക്തമായിട്ടുള്ളൊരു സിനിമയാണ് സെല്ലുലോയിഡ്. അപ്പം അത് അവാർഡുകൾ എപ്പോഴും ആ ഒരു പർട്ടിക്കുലർ ജൂറിയുടെ മുമ്പിൽ വരുന്ന സിനിമകളും ആ വർഷത്തെ പ്രധാനപ്പെട്ട സിനിമകളൊക്കെയാണല്ലോ. അപ്പം അതിൽ നമ്മുടെ പാട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ഭാഗ്യമാണ്. അതിന് ആ പാട്ടിൽ തന്നെ നല്ല കോമ്പോസിഷൻസ് ഉണ്ടാക്കുന്ന സമയത്ത് കമ്പോസേഴ്സിന് നമ്മുടെ ശബ്ദം ഓർമ്മ വരിക എന്നുള്ളത് വേറൊരു ഭാഗ്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചേർന്ന് വരുമ്പോഴാണല്ലോ സംഭവിക്കുന്നത്. അത് നമുക്ക് പേഴ്സണലി വളരെ അഭിമാനിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് ചെയ്യുന്നൊരു വർക്കിൻ്റെ എങ്ങനെയോ ആയതുകൊണ്ടും ആ സിഗ്നിഫിക്കൻറ്റ് വർക്ക് അവർ ജൂറി ശ്രദ്ധിക്കുന്നത് കൊണ്ടുമാണ് അത്തരത്തിലുള്ള എന്താ പറയുക ഇത്തരം പുരസ്കാരങ്ങളൊക്കെ കിട്ടണമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്നെ ആലോചിച്ച് വലിയ അഭിമാനം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയല്ല, സന്തോഷങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ നമുക്ക്. എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് പലപ്പോഴും എൻ്റെ ജഡ്ജസായിട്ട് ഉണ്ടായിരുന്ന കമ്പോസേഴ്സിന് വേണ്ടിയിട്ടാണ് എനിക്ക് പാടാൻ അവസരം കിട്ടിയിട്ടുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഒരു പാട്ടിന് ശേഷം പിന്നീട് വിളിക്കില്ലേ അവർ തന്നെ, അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ആ ഒരു വർക്ക് ചെയ്യാം, ഇവരുടെ കൂടെ വർക്ക് ചെയ്യാം എന്നൊരു തോന്നലായിരിക്കില്ല മേ ബി 1-2 തവണയായിട്ട് പിന്നെയും വിളിക്കുന്നത്. അപ്പം അത് നമുക്കൊരു ആത്മവിശ്വാസം തരുമല്ലോ, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇതേപോലെ ഈ ലൈവായിട്ട് ഇപ്പം ആ സമയത്ത് സിനിമകളൊക്കെ ഉണ്ടായിരുന്നൊരു സമയത്ത് തന്നെയാണ് ഞാൻ ഈ പ്രൊജക്ട് മലബാറിക്കസ് ഒരു ബാൻഡ് ഫോം ചെയ്യുന്നതും ഇൻഡിപെൻഡൻറ്റ് ട്രാക്കുകൾ ചെയ്യുന്നതും. അപ്പം അത് ചെയ്യാൻ പറ്റി എന്നുള്ളത്, കാരണം ഇൻഡിപെൻഡൻറ്റ് ട്രാക്കുകൾ ചെയ്തിട്ടല്ല ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത്. റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തു, അത് കഴിഞ്ഞിട്ട് സിനിമകളിൽ പാടാൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. ആ സമയത്ത് ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ പലപ്പോഴും ഇവിടുന്ന് കിട്ടുന്ന ഒരു വരുമാനം ആവട്ടെ, അതേപോലെ ആളുകൾക്ക് ഒരു പരിചയമൊക്കെ ഉണ്ടാവുമല്ലോ സിനിമയിൽ പാടുമ്പോഴേ, അതൊക്കെയാണ് സത്യത്തിൽ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇൻഡിപെൻഡൻറ്റ് സീനിൽ. അങ്ങനെ ചെയ്യാൻ പറ്റി എന്നുള്ളതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. അതൊരു ഭയങ്കര തൃപ്തി തരുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഇനി പാട്ടുകൾ പാടിയില്ലെങ്കിൽ പോലും എനിക്ക് എൻ്റെ പാട്ടുകളായിട്ട് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളൊരു തോന്നല്, ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ ഈ സംസ്ഥാന അവാർഡ് കിട്ടിയ പാട്ടുകളിൽ വെച്ചിട്ട് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കൂടുതലും എനിക്കൊരു ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നുന്ന ഒരു പാട്ട് വിമാനം മൂവിയിലെ വാനമകലുന്നു എന്നുള്ളൊരു പാട്ടാണ്. വാനമകലുന്നുവോ കൂരിരുളു മൂടിയോ വാർമുകിലു പോലെ മോഹമലിയുന്നുവോ വീണലിയുമേകാന്തമോകാഭിലാഷം പാവമൊരു രാപ്പാടി
ചിറകേകുവാൻ വീണ്ടും ഉയരാൻ പാടിയലയാൻ ആരു ചിറകേകുവാൻ വാനമകലുന്നുവോ കൂരിരുളു മൂടിയോ വാർമുകിലു പോലെ മോഹമലിയുന്നുവോ. മനോഹരം. നമുക്ക് വല്ലാത്തൊരു പ്രത്യേക ഒരു നല്ല ഫീൽ ആയിരുന്ന ഒരു കോമ്പോസിഷൻ അത്. പാട്ടാണ്. അത് ശ്രീ ഗോപി സുന്ദർ ചെയ്തിട്ടുള്ളതാണ്. റഫീഖ് അഹമ്മദ് അദ്ദേഹത്തിന്റെ വരികളാണ്. അപ്പൊ നല്ല രസമുള്ള ഒരു കോമ്പോസിഷനാണ്. പുതിയ ഒരു കാലഘട്ടത്തിൽ വരുമ്പോഴത്തേക്കും മ്യൂസിക് ഡയറക്ടേഴ്സും ഒക്കെ പുതിയ ആ ഒരു പാട്ടുകളൊക്കെ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് പോലുള്ള സിനിമകൾ, സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്സ്. അപ്പോൾ നമുക്ക് ചില സിനിമകൾ കാണാനായിട്ട് അതിലത്തെ പാട്ടുകൾ തന്നെ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്നുള്ളൊരു സംഭവമാണ്. പാട്ടുകൾ കേട്ട് ചിലപ്പോൾ സിനിമകൾ കാണാമെന്നുള്ളൊരു രീതി വരെ പോയിട്ടുണ്ട്. അപ്പം പുതിയ കാലഘട്ടത്തിൽ പക്ഷേ മ്യൂസിക്കിനൊക്കെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ റാപ്പ് മ്യൂസിക്, അതേസമയം ഭജനാസ്, ആ ഒരു രീതിയിലുള്ള രണ്ട് ടൈപ്പും ഒരു പ്രത്യേക ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ മ്യൂസിക്കിൻ്റെ ഒക്കെ ഒരു രീതികൾക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇനി വരുന്ന മ്യൂസിക്കിൻ്റെ ഒരു ഭാവിയെ കുറിച്ചിട്ട് എന്തായിരിക്കും ഒരു നമുക്ക് എന്താ അറിയാനും പറ്റിയിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ എന്തൊക്കെ ചേഞ്ചസ് ആണ്. നമ്മൾ 5 വർഷം മുമ്പ് വിചാരിച്ച കാര്യങ്ങൾ തന്നെ അല്ലല്ലോ ഇവിടെ ഉണ്ടാവുന്നത്. അത് മാറിക്കൊണ്ടേയിരിക്കും. മാറ്റം എന്നുള്ളതല്ലേ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യം. ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കും. അത് നല്ലതുമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തൊക്കെ തരം കാര്യങ്ങൾ അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇപ്പം ഈ പറഞ്ഞ മാതിരി അതിമനോഹരമായിട്ടുള്ള ആശയങ്ങൾ, എന്താ പറയുക, ഒരു പോയട്രി എന്നുള്ള രീതിയിൽ തന്നെ, ഒരു ഫോം ഓഫ് പോയട്രി എന്നുള്ള രീതിയിൽ തന്നെ റാപ്പ് പ്രാക്ടീസ് ചെയ്യുന്ന എത്രയോ മ്യൂസീഷ്യൻസിനെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അത് ഭയങ്കര പവർഫുൾ ആണ് അല്ലേ, അവരുടെ വരികളും. അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് ആ ഇഷ്ടം തന്നെയാണ്. അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടം വളരെ ജെനുവിനാണ്, സത്യസന്ധമാണ്. അപ്പം നമുക്ക് ഇഷ്ടമില്ലാത്തത് എപ്പോഴും ഒരു കോൺവെർസേഷൻ നടക്കുമല്ലോ. അത് ഇഷ്ടമുള്ള ആൾക്കാർ, ഇത് ഇഷ്ടമുള്ള ആൾക്കാർ, അങ്ങനെ ഇല്ല. സത്യത്തിൽ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ സ്റ്റേജിൽ കയറുമ്പോൾ എപ്പോഴും വിചാരിക്കും ചിലതരം പാട്ടുകൾ പാടുമ്പോൾ ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. വേറെ ചില പാട്ടുകൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരിക്കും. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഈ എന്താ പറയുക ആസ്വാദനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഒരിക്കലും ബാക്കി ഒരാളുടെ ഇഷ്ടത്തിനെ കുറച്ച് കാണരുത് എന്നാണ് ഞാൻ സത്യസന്ധമായിട്ട് വിശ്വസിക്കുന്ന കാര്യം. നീ ഇങ്ങനത്തെ പാട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു നിലനിൽക്കാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെയില്ല. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളും സ്പെഷ്യലാണ്. ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഹൈറാർക്കി ഉണ്ടാക്കാനൊന്നും പറ്റില്ല. ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മികച്ച ആൾക്കാർ, ഇത്തരം പാട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സാധാരണ ആൾക്കാർ, ഇത് പൊട്ട ആൾക്കാർ, അങ്ങനെയൊന്നുമില്ല. എന്ത് തരം ഇഷ്ടങ്ങളും ജെനുവിൻ ആണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ, അതിന് ആളുകൾ കേൾക്കാനുണ്ടെങ്കിൽ അത് ശ്രേഷ്ഠം തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തും ഇപ്പൊ ഈ ഭജൻ കോൺസേർട്സ് വരുന്നില്ലേ, അത് മനസ്സറിഞ്ഞ് ആസ്വദിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അവർ വളരെ നമുക്ക് വീഡിയോസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് അവരെ കാണുമ്പോൾ അറിയാം അവരതിങ്ങനെ ഉൾക്കൊണ്ട് ആസ്വദിക്കുകയാണ്. അതിൽ മ്യൂസിക് തന്നെയാണ് അതിൻ്റെയൊക്കെ, അതിൻ്റെ മ്യൂസിക് കൊണ്ട് തന്നെയാണ് അതിനകത്തുള്ള ഏത് തരം നോട്ട്സ് ആണോ എന്താണോ മ്യൂസിക്കിൽ ഏതോ ഒരു എലമെന്റ് ആണ് ഓരോരുത്തരെയും സ്പർശിക്കുന്നത്. കർണാട്ടിക് ക്ലാസിക്കൽ കോൺസെർട്സ് കേട്ടിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരില്ലേ, ഇങ്ങനെ കരയുന്ന ആളുകളുണ്ട്. ഗസൽസ് മാത്രം ഒരു ഫുൾ ലൈഫ് ടൈം കേൾക്കുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പം റാപ്പ് കോൺസെർട്സ് വരുമ്പം, അല്ലെങ്കിൽ ഇപ്പം ഈ ഹിപ്ഹോപ്പ് സീനിലുള്ള എല്ലാവരും ഇത് ചേരുമ്പോൾ ആ കുട്ടികളിങ്ങനെ, ചെറിയ കുട്ടികളൊക്കെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടല്ലല്ലോ അവരിത് ആസ്വദിക്കുന്നത്. അവരുടെ ഉള്ളിൽ നിന്നുള്ളൊരു ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, ജെനുവിൻ ആയിട്ടുള്ളൊരു എർജാണ് ഇത് ഇഷ്ടപ്പെടാനുള്ളൊരു തോന്നല്. അപ്പം അത് സത്യസന്ധമാണ്. അതേപോലെ തന്നെ ഇപ്പം ലളിത ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, സിനിമാ പാട്ടുകൾ, പഴയ സിനിമാ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർ, എല്ലാവരുടെയും ഇഷ്ടങ്ങളെ പരസ്പരം റെസ്പെക്ട് ചെയ്യാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും നല്ല കലാകാരന്മാരെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ പലപ്പോഴും ആസ്വാദകരുടെ ഇടയിലാണ് ഈ എന്താ പറയുക വഴക്കുകൂടലൊക്കെ ഉണ്ടാവുന്നത്. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, പെർഫോമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഞാൻ പറഞ്ഞ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാർ, അവരെല്ലാം എല്ലാത്തരം പാട്ടും കേൾക്കണവരാ. നമുക്ക് കർണാട്ടിക് ക്ലാസിക്കൽ ലെജൻസ് ഒക്കെ ഇല്ലേ, അവർ ഈ പറഞ്ഞ മാതിരി എന്താ പറയുക റോക്ക് മ്യൂസിക്കും മെറ്റൽ ഒക്കെ കേൾക്കുന്നവരാണ്. അത് ചില സീനിയർ ആയിട്ടുള്ള മ്യൂസീഷ്യൻസിനോട് നമുക്ക് ഇന്ററാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും അവരെല്ലാം കേൾക്കും. അപ്പൊ എന്നിട്ട് ആസ്വാദകർ തമ്മിൽ അടി ഉണ്ടാക്കും. അതിൽ കാര്യമില്ല. ഈ ഒരു പുതിയ പാട്ടുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞപ്പോൾ നമുക്കൊരു ഇത്രയും നേരം ചേച്ചി നല്ല ഒരു മനോഹരമായ മെലഡി സോങ്സ് ഒക്കെയാണ് നമുക്ക് പാടിത്തന്നത്. ഒരു ഫാസ്റ്റ് നമ്പർ എന്താ പാടുക? മോഹമുന്തിരി ആയിരിക്കും അല്ലേ? തോന്നി അങ്ങടെ പോണ. മോഹമുന്തിരി വാറ്റിയ രാവ്, സ്നേഹരതിയുടെ രാസനിലാവ്, ഹൃദയരാഗം ചിറകിൽ വിരിയും
മധുരവീഞ്ഞിൻ ശലഭം വരവാ അടടപ്പയ്യ അഴകിതയ്യ ഉടലിതൊന്നായി ഒഴുകാമൊരു കുറിവാ. അത് കേൾക്കാനും ലാസ്റ്റ് അത് രസമാണ്. ഭയങ്കര സ്റ്റേജിനൊക്കെ ഇങ്ങനെ ഇളക്കി മറിക്കുന്ന പാട്ട്. ഇത്രയും നേരം നമ്മുടെ കൂടെ ഇന്ററാക്ട് ചെയ്ത ഒരുപാട് വിശേഷങ്ങളും എല്ലാം പറഞ്ഞു. ഒരുപാട് സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. താങ്ക് യു. വളരെ സൗഹൃദത്തോട് കൂടിയിട്ട് സംസാരിക്കാൻ ഒരു സ്പേസ് തന്നതിൽ ചിത്രയോട് ഞാനും താങ്ക്സ് പറയുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.